നമസ്കാരം. ഗ്രാമ്യോച്ച വാർത്തകളിലേക്ക് സ്വാഗതം. ഐക്യജനാധിപത്യ മുന്നണി കഴിമ്പ്രം മേഖലാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. VU ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഷിബു നെടിയേരിപ്പിൽ ആമുഖ പ്രസംഗം നടത്തി. DCC ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത ശോഭ സുബിനെ TN പ്രതാപൻ ആദരിച്ചു. കോൺഗ്രസ് പാർട്ടിയിലേക്ക് വന്ന NCP മണ്ഡലം പ്രസിഡന്റായിരുന്ന NR സത്യൻ, KV സുരേന്ദ്രൻ, MK രാധാകൃഷ്ണൻ എന്നിവരെ TN പ്രതാപൻ MP ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ചടങ്ങിൽ DCC ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ, K ദിലീപ് കുമാർ, വലപ്പാട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PV സന്തോഷ്, സീനിയർ അംഗങ്ങളായ NS ധർമ്മൻ, KV മോഹനൻ, KV വിജയൻ, മണ്ഡലം ഭാരവാഹികളായ ER രഞ്ജൻ, പ്രദീപ് നെടിയിരിപ്പിൽ, ദാസൻ, NV ബിജു, ഹരിദാസൻ ആളൂപ്പറമ്പിൽ, രമേശ് കോവിൽ തെക്കേ വളപ്പിൽ, കുട്ടൻ, കൃഷ്ണൻ, NK സുധാകരൻ എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് വടക്കേക്കര മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി കാർത്യായനി ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളിപ്പ് നടന്നു. ആചാരപ്പെരുമയോടെയാണ് എഴുന്നള്ളിപ്പ് നടന്നത്. തേവരുടെ സഹോദരിയാണ് അന്തിക്കാട് ഭഗവതി എന്നാണ് ഐതിഹ്യം. തേവർ അന്തിക്കാട് ക്ഷേത്രത്തിലെത്തുമ്പോൾ നിലവിളക്കും നിറപറയുമായാണ് എതിരേൽക്കുക. പാണ്ഡിമേളം അകമ്പടിയാകും. തുടർന്ന് കോലത്തിൽ നിന്ന് ഇറക്കി പൂജ നടക്കും. തുടർന്ന് ദീപാരാധന കഴിഞ്ഞാണ് തേവർ മടങ്ങുക. പാണ്ഡിമേളത്തിന് അന്തിക്കാട് ഉണ്ണികൃഷ്ണൻ ഇടം തലയിലും, അന്തിക്കാട് ഷാജി വലം തലയിലും, തലോർ ഉണ്ണി കുറുങ്കുഴലിലും, ഊരകം ശശി കൊമ്പിലും, അന്തിക്കാട് രേഷ് ഇലത്താളത്തിലും പ്രാമാണികത്വം വഹിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ, സെക്രട്ടറി സജേഷ് കുറുവത്ത്, ജോയിന്റ് സെക്രട്ടറി ആകാശ് അറയ്ക്കൽ, ദേവസ്വം ഓഫീസർ PU നന്ദകുമാർ, E രമേശൻ എന്നിവർ നേതൃത്വം നൽകി. വ്യാഴാഴ്ച രാവിലെ അന്തിക്കാട് ക്ഷേത്രകുളത്തിൽ തിരുആറാട്ട്, പഴുവിൽ രഘുമാരാരുടെ പ്രമാണത്തിൽ മേളം, കൊടിക്കൽ പറ, കൊടിയിറക്കം, ആറാട്ടുകഞ്ഞി വിതരണം എന്നിവയും നടന്നു. ഉത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന താന്ത്രിക ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പഴങ്ങാപറമ്പ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ക്ഷേത്ര മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കാഞ്ഞാണിയിൽ മാരകായുധങ്ങളുമായി ആക്രമണത്തിലേർപ്പെട്ട 4 പേരെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ടശാങ്കടവ് സ്വദേശികളായ ആന്റണി, ദിനേശ്, അന്തിക്കാട് സ്വദേശികളായ സെബിൻ, അക്ഷയ് എന്നിവരെയാണ് അറസ്റ്റിലായത്. 2018 ഇവർ തമ്മിലുണ്ടായിരുന്ന തർക്കം പരിഹരിക്കാനായി ഒത്തുതീർപ്പ് ചർച്ച നടത്തുന്നതിനിടയിൽ ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു ഇവർ വീണ്ടും അക്രമത്തിലേർപ്പെട്ടത്. ഇവരുടെ പക്കലുണ്ടായിരുന്ന മാരകായുധങ്ങളുമായി നടന്ന ആക്രമണം അന്തിക്കാട് പോലീസിന്റെ സമയോചിത ഇടപെടൽ മൂലമാണ് കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഇല്ലാതിരിക്കുവാനും പ്രതികളെ പിടികൂടുവാനും സാധിച്ചത്. അന്തിക്കാട് SHO വിനീഷ് VA, SIമാരായ പ്രവീൺ KJ, ഷിജു K, മറ്റുദ്യോഗസ്ഥരായ പ്രഭാത്, അരുൺകുമാർ, കമൽ കൃഷ്ണ എന്നിവർ പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. അന്തിക്കാട് മഞ്ഞപ്പിത്തം അയ്യാണ്ടി ശ്രീ ഭദ്രകാളി ഗുരുമുത്തപ്പൻ ദേവസ്ഥാനം ക്ഷേത്രത്തിലെ തോറ്റ മഹോത്സവം ആഘോഷിച്ചു. രാവിലെ മുതൽ നട തുറക്കൽ, ഗണപതി ഹോമം, ഉഷപൂജ, ഗൂഢാന പൂജ, തുടർന്ന് യോഗി സന്നിധിയിൽ സദ്യ സമർപ്പണം, കലശപൂജ, നവകലശാഭിഷേകം, ഉച്ചപൂജ, ക്ഷേത്രസന്നിധിയിൽ എഴുന്നള്ളിപ്പ്, തുടർന്ന് അന്നദാനം എന്നിവ നടന്നു. ശേഷം വൈകിട്ട് മുത്തപ്പന കളം, കളത്തിൽ നൃത്തം, ദീപാരാധന, തുടർന്ന് പുത്തൻപീടിക തോന്നിയകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും താലവാദ്യമേള ഘോഷയാത്രയോടെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് എന്നിവയും നടന്നു. ക്ഷേത്രം തന്ത്രി പറവൂർ രാജു പൂജാ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര ക്ഷേമ സമിതി ഭാരവാഹികളായ പ്രസിഡന്റ് AS വാസു, സെക്രട്ടറി AA ജയൻ, ട്രഷറർ AA ഗിരീഷ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മനോജ് CK, കുമാരൻ AK, അനിൽകുമാർ കാക്കശ്ശേരി, ചന്ദ്രൻ അയ്യാണ്ടി, രഞ്ജിത്ത് കുമാർ, ബിനീഷ് തൃത്താലോർ, സുരേഷ് കഴിമ്പ്രം എന്നിവർ ആഘോഷ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നാട്ടിക വലിയപുരയ്ക്കൽ തോട്ടുപുര ശ്രീ വിഷ്ണുമായ ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാചരണത്തിനും തോറ്റമ്പാട്ട് മഹോത്സവത്തിനും തുടക്കമായി. വ്യാഴാഴ്ച രാത്രി നാഗയക്ഷിക്ക് രൂപക്കളം, ബുധനാഴ്ച രാവിലെ മഹാഗണപതി ഹവനം, ഉഷപൂജ, കലശപൂജ, നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം, നാഗങ്ങൾക്ക് പാലും നൂറും, ദൈവത്തിന് കളം, ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് ഗുരുമുത്തപ്പന കളം, ദീപാരാധന, കേളി, പച്ച്, തായമ്പക, തുടർന്ന് ശ്രീ കോട്ടായി കാരണവർ ടീമിന്റെ നേതൃത്വത്തിൽ വനിതാ ചിന്തുപാട്ട്, രാത്രി ശ്രീ വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളം, എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ക്ഷേത്ര മേൽശാന്തി NS ജോഷി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് അശോകൻ, സെക്രട്ടറി ജയപ്രകാശൻ, ട്രഷറർ കിരൺ ലാൽ, ഭാരവാഹികളായ അരുൺ, അശോകൻ, സജിൽ, ബൈജു ദിജിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. വിശുദ്ധ ഖുർആൻ മാനവരാശിയുടെ വെളിച്ചം എന്ന പ്രമേയത്തിൽ വാടാനപ്പള്ളി മദാർ അവത്തിൽ ഇസ്ലാമിയ സംഘടിപ്പിക്കുന്ന ഖത്മുൽ ഖുർആൻ സമ്മേളനവും ദുആ മജ്ലിസും റമളാൻ 29-ന് മദാർ ക്യാമ്പസിൽ നടക്കും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ
ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ബാദിഷ സഖാഫി ആമുഖ പ്രഭാഷണം നടത്തും. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫസൽ അൽ ഐദറൂസി പ്രാർത്ഥനാ മജ്ലിസിന് നേതൃത്വം നൽകും. സമ്മേളന വിജയത്തിന് വേണ്ടി 101 അംഗ സ്വാഗത സംഘം രൂപീകരിച്ച പ്രവർത്തനം ആരംഭിച്ചു. ഇഫ്താർ, ബുർദ പ്രഭാഷണം, പഴുവിൽ സത്താർ അനുസ്മരണം, അദ്കാർ, തൗബ, പ്രാർത്ഥന തുടങ്ങിയ നിരവധി പരിപാടികൾ നടക്കുമെന്ന് സ്വാഗത സംഘം സമിതി അറിയിച്ചു. മാമ്പള്ളി കുട്ടിരാമൻ മഠപതി മാന്ത്രിക കളരിയിലെ തോറ്റംപാട്ട് മഹോത്സവം ഭക്തിനിർഭരമായി. രാവിലെ കുട്ടിരാമൻ മാന്ത്രിക ഗുരുനാഥന് കളമെഴുത്തുപാട്ടും ഉച്ചയ്ക്ക് വിഷ്ണുമായ സ്വാമിക്കും കരിങ്കുട്ടി സ്വാമിക്കും കളമെഴുത്തുപാട്ട് നടത്തി. വൈകിട്ട് 6 മണിക്ക് രുദ്രമാല, മഹാകാളിക്ക് കളവും ശേഷം മഹാഗുരുതി നടന്നു. ചടങ്ങുകൾക്ക് മാന്ത്രിക ഉപാസകൻ ഷിജു കൊളഞ്ചേരി കാർമ്മികത്വം വഹിച്ചു. അണ്ടർ 17 ജില്ലാതല ചെസ് മത്സരത്തിന്റെ ഉദ്ഘാടനം സ്പോർട്സ് കൗൺസിൽ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ ജോ പറപ്പള്ളി നിർവഹിച്ചു. ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ PA അലി അധ്യക്ഷത വഹിച്ചു. ചെസ് ഒളിമ്പ്യൻ NR അനിൽകുമാർ, സുഭാഷ് പുഴയ്ക്കൽ, KK മണികണ്ഠൻ, അഗസ്റ്റീൻ CT, ബിന്ദു മണികണ്ഠൻ, പ്രീത സുഭാഷ് കുമാർ എന്നിവർ സംസാരിച്ചു. തൃശൂർ ശക്തൻ തമ്പുരാൻ കോളേജിൽ നടന്ന മത്സരത്തിൽ 106 പേർ പങ്കെടുത്തു. മണപ്പുറം PRO KM അഷറഫ് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. 1-2 സ്ഥാനക്കാർ അണ്ടർ 17 ചാമ്പ്യൻഷിപ്പുകളിൽ ജില്ലയെ പ്രതിനിധാനം ചെയ്യും. കാരമുക്ക് തോപ്പൽ സുനിൽകുമാർ നിര്യാതനായി. 56 വയസ്സായിരുന്നു. ലത ഭാര്യയാണ്. കൃഷ്ണ, ശ്രീ, കണ്ണൻ എന്നിവർ മക്കളാണ്. സജൻ മരുമകനാണ്. ഇതോടെ ഉച്ചവാർത്തകൾ സമാപിച്ചു. നമസ്കാരം.